ഞാനിനി എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പിന്നെ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 52 ദിവസം ശരിയാണ്, അവർ തന്നെയാണ് ചികിത്സ ചെയ്ത് തന്നത്. അതിൽ 45 ദിവസം ICUവിലായിരുന്നു. ICU വിട്ട് ഞാൻ അവർ വാർഡിലോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ തന്നെ കുറേ ഇഷ്യൂ ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവൾ ICUവിൽ കിടന്ന സമയത്ത് കരയാത്ത ഞാൻ ആ വാർഡിലെത്തിയപ്പോൾ ഞാൻ 3 ദിവസം കരഞ്ഞിട്ട് ഞാൻ പത്രക്കാരെല്ലാം വിളിച്ച് അത് അന്നുണ്ടായിരുന്ന പോലീസുകാരെ വിവരം പറഞ്ഞ് ഇങ്ങനെയാണ്, എനിക്ക് പറ്റില്ല. കാരണം അങ്ങനെ ആയിരുന്നു അവിടുത്തെ സാഹചര്യം, എനിക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ വന്ന ന്യൂറോയുടെ ഡോക്ടറിനോട് കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് അമൃത ആശുപത്രിയിൽ മാറ്റുന്നത്. അമൃതയിൽ കൊണ്ടുപോകുമ്പോൾ എന്നോട് MD ICUവിലെ ഡോക്ടേഴ്സ് പറഞ്ഞത്, ശ്രീകുട്ടീനെ ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, നിങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. വീട്ടിൽ കൊണ്ടുപോയിട്ട് വെന്റിലേറ്റർ കാര്യങ്ങളൊക്കെ സൗകര്യമാക്കി ഒരു റൂം റെഡിയാക്കിയിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി നഴ്സിംഗ് കെയറിങ് കൊടുത്താൽ മാത്രം മതി. കാരണം അവൾക്കിനി ഒരു ചികിത്സയില്ല, അവളുടെ ചികിത്സ എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കിയാൽ മതി. ചിലപ്പോൾ കാലക്രമേണ വർഷങ്ങളെടുത്ത് ബ്രെയിൻ, അതായത് അവർ ഞരമ്പ് ഫുള്ള് വലിഞ്ഞ് നിൽക്കുകയാണ്, അത് പഴയതുപോലെ ആവാൻ വർഷങ്ങളെടുക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 5 വർഷമോ 10 വർഷമോ അതിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. ചിലപ്പോൾ അവൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവാം. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ കയ്യിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് അവിടുത്തെ ഡോക്ടേഴ്സ്. പക്ഷെ അവരെ കുറ്റം പറയുന്നില്ല, കാരണം അവരെൻ്റെ കുട്ടീൻ്റെ ജീവൻ രക്ഷിച്ചു തന്നു. എങ്കിൽ പോലും ഇനി തുടർ ചികിത്സ എന്ന് പറഞ്ഞത് ഇപ്പം അറിയാത്ത ഡോക്ടേഴ്സിന് അറിയാമല്ലോ എന്തായിരിക്കും ഇനി അടുത്ത ചെയ്യുന്നത്. പക്ഷെ അവർ പറഞ്ഞു ഒരു ചികിത്സയില്ലാന്ന്. ഞങ്ങൾ പിന്നെ എന്തും വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അമൃതയിൽ എത്തിക്കുന്നത്. അമൃതയിൽ രവിശങ്കർ ഡോക്ടറിൻ്റെ കീഴിലായിരുന്നു ചികിത്സ ഫുള്ളുണ്ടായിരുന്നത്. അവിടെ ഒരു 40 ഓസിയൻ തെറാപ്പി, അതിൽ ഒറ്റ ഒരാഴ്ച ആ ഫോട്ടോസ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മുഖത്ത് നോക്കി അവൾ ചിരിക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ 40 ഓക്സിജൻ തെറാപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പൂർണ്ണമായിട്ടും എന്നെ തിരിച്ചറിഞ്ഞു, അവളുടെ ഹസ്ബൻഡിനെ തിരിച്ചറിഞ്ഞു, എൻ്റെ വീട്ടുകാരെ തിരിച്ചറിഞ്ഞു. അതുവരേക്കും ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിയതാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി ഒന്നുമില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവിടുത്തെ ചികിത്സാ ചെലവെന്ന് പറയുന്നത് ആ സമയത്ത് ആ ഒരു ഡിസംബർ 24 11 മണിക്ക് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഡിസംബർ 25 രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ അമൃതയിൽ എത്തുന്നത്. ആ സമയം മുതൽ മാർച്ച് 3 ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ പുറത്ത് വരുന്നത് വരെ ഞാൻ ഒരു ഗവൺമെൻറ്റിനെയും കണ്ടിട്ടില്ല. മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന സമയത്ത് വീണ ജോർജ് മാഡം വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞെന്താണ്, ശ്രീകുട്ടിയുടെ ചികിത്സ ഞങ്ങൾ ഈ ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ അവിടെ ഏത് ആശുപത്രി ഉണ്ടെന്നോ ഒരു ഗവൺമെൻറ്റും അന്വേഷിച്ച് വന്നിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, അത് ഗവൺമെൻറ്റിനോടാണോ? എനിക്ക് പറയാൻ ഞാൻ പറയാണ്, ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു സംഭവം വന്നു, അവൾ എനിക്കില്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് എല്ലാം എൻ്റെ അടുത്ത് വരും, ആശ്വാസമാക്കി എൻ്റെ അടുത്തിരുന്ന് പറയും. എന്നിട്ട് ചിലപ്പോൾ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് തന്നിട്ട് അത് പറ്റിപ്പോയില്ല, നിങ്ങളിനി അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറയും. പക്ഷെ എൻ്റെ ചോദ്യം, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ ജീവനോടെ ഉണ്ട്, അവൾക്ക് ചികിത്സ വേണം, അവൾക്ക് നല്ല ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഓക്കെ പഴയതുപോലെ ആവും. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഇപ്പോഴല്ലേ പൈസേൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഇപ്പോഴല്ലേ എനിക്കൊരു സഹായത്തിൻ്റെ ആവശ്യം, ഇപ്പം തരാതെ അവരിനി എപ്പോഴാണ് തരുന്നത്? അപ്പോൾ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയിട്ട് കൊണ്ടുവന്ന് കുറച്ച് കാശ് തന്നിട്ട് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്ക് വേണ്ടി കൊടുക്കാനത്? ഈ 19 വയസ്സ് വരേക്കും ഒരു കുഴപ്പമില്ലാതെ കൈക്കോ കാലിനോ കണ്ണിനോ മൂക്കിനോ ഒന്നും ഒരു കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് വളർത്തിയതെടുത്തതാണ് അവളെ, തനിച്ച്. അവരുടെ അച്ഛനില്ല, ഞാൻ കുറേ 10-12 വർഷമായിട്ട് കണക്കാണ്. ആ 12 വർഷ കാലയളവിൽ ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് 2 മക്കളെ വളർത്തണമെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് ഇത്രയും ഇതായിട്ട് പറയുന്നത്. ഇപ്പോൾ ആ അമൃത ആശുപത്രിയിൽ ഗവൺമെൻറ് സഹായം ഉണ്ടെന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. കാരണം അവിടുത്തെ ചികിത്സ ഫുള്ള് എനിക്ക് അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ നിന്ന് കിട്ടിയ പൈസയാണ്. ആ 4 ലക്ഷം രൂപ അവിടെ ആയിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ അവർ തന്നതാണ്. ഞാനാണ് ആ ബില്ല് വാങ്ങിയിട്ട് അവരെ ആശ്രമത്തിൽ കൊണ്ടുപോയി സൈൻ ചെയ്ത് മേടിച്ച് ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചാൽ ഞാനായതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് എല്ലാവരും വന്നു, മീഡിയക്കാർ വന്നു, സംസാരിച്ചു, ഞങ്ങൾ പോയി. പക്ഷെ അന്നും അറിയില്ല ഞങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ആർക്കും അറിയില്ല. ഞങ്ങൾ വീണ്ടും അവിടുന്ന് പോയത് എൻ്റെ വീട്ടിലേക്കല്ല, അവളെയും കൊണ്ടുപോയത് ഇലാജ് എന്ന് പറയുന്ന മഞ്ചേരി ഹോസ്പിറ്റലിൽ, ആയുർവേദ ഹോസ്പിറ്റലിലാണ്. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാവുന്നതൊക്കെ കഴിഞ്ഞു, കടമാക്കുന്നതും വിൽക്കാവുന്നതും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും മീഡിയക്കാരുടെ അടുത്ത് പോയത്. എനിക്കിങ്ങനെയാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാതെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ട് വീടോ അല്ലെങ്കിൽ ഭയങ്കര വരുമാനമുള്ള ഒരാളൊന്നുമല്ല, തുച്ഛമായ വരുമാനം കൂടെ ജീവിച്ചു പോയത്. ഇപ്പം ആ ജോലിയും ഇല്ല. ആ സമയത്തും ഔഷധിന്ന് ഇല്ലയെന്ന് പറയുന്നില്ല, ഔഷധിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഫുള്ള് ചികിത്സ അവർ ചെയ്ത് തരാം, ഫ്രീ ആയിട്ട് അവൾക്ക് ചികിത്സ ചെയ്യാം.
പക്ഷേ ഔഷധിയിലെന്ന് പറയുമ്പോൾ നമുക്ക് ആയുർവേദ ചികിത്സയാണ്. ഇപ്പോഴത്തെ അവളെ കണ്ടീഷനിൽ അവൾക്ക് ആയുർവേദത്തിനെയും കാട്ടി വേണ്ടത് ഫിസിയോതെറാപ്പിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇലാജിൽ തന്നെ കണ്ടിന്യൂ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആരും ഒന്നും അന്വേഷിക്കുന്നില്ല. ഇത്രയും ഒരു മീഡിയക്കാർ വന്ന് സംസാരിച്ചു, ന്യൂസായി, എന്നിട്ട് പോലും എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യരും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എനിക്ക് ആകെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നത് 24 ചാനലുകാരാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. 24 ചാനലുകാരാണ് എന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ലവരായ കുറച്ച് നാട്ടുകാരും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പം നിൽക്കുന്ന ആയിരഗ്രീനിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇപ്പോഴത്തെ അവളെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കട്ടിൽ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അവൾ എണീച്ചിരിക്കും, എന്നാൽ അവിടെ നിന്ന് എണീച്ച് നിൽക്കും. അതൊരു 5-10 മിനിറ്റ് നിൽക്കാൻ പറ്റും. സ്റ്റെപ്പ് വെച്ച് നടക്കാൻ പറ്റില്ല, വിറയലുണ്ട്, അവൾ വീണു പോകും. സംസാരിക്കുമ്പോൾ അത് മാഡത്തിൻ്റെ ഇരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവൾക്ക് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് പോലെ കണ്ടിന്യൂ ആയിട്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഓർമ്മ, അവൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. അവൾ പഠിച്ച കാര്യങ്ങൾ, പഠിച്ച സ്കൂള്, അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അതിനെ അവൾ റിവൈൻഡ് ചെയ്ത് അവൾ അതാണ് ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നത് തലയിൽ. ഇന്ന സ്കൂളാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അവൾക്ക്. ഇപ്പോൾ നെർവിൻ്റെ ചികിത്സയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കാൻ കാരണവും അത് തന്നെയാണ്. കാരണം ഞാൻ ഇതിനു മുന്നേ കഴിഞ്ഞ മാസം ഞാൻ ഡയറക്റ്റ് ചെന്ന് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയി ചെന്നപ്പോൾ സാറില്ല. പകരം സാറിൻ്റെ PA കണ്ട് ഞാനൊരു അപേക്ഷ കൊടുത്തു, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇന്ന കേസാണെന്നുള്ള പുള്ളിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു അക്ഷയയിൽ പോയിട്ട് ഒരു അപേക്ഷ വെച്ച് അവിടെ നിന്ന് ഒരു നമ്പർ തരും നിങ്ങൾക്ക്, ആ നമ്പർ വാങ്ങിക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വാ, അപ്പം ഞങ്ങൾക്കത് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന നടപടി ചെയ്യാൻ എളുപ്പമാകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്ന് അക്ഷയയിൽ പോയി അതെല്ലാം ചെയ്ത് എന്തൊക്കെ പേപ്പേഴ്സ് വേണം അതെല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വീണ്ടും ഞാൻ സെക്രട്ടറി പോയിട്ട് സാറിനെ കണ്ടു, മിനിസ്റ്റർ തന്നെ കണ്ടു ഡയറക്റ്റ് സാറിൻ്റെ കൈ പേപ്പർ കൊടുത്തിട്ടാണ് എന്നോട് പറഞ്ഞു ഇത് മനസ്സിലായി, കേസ് കാര്യങ്ങളൊക്കെ സാറിന് മനസ്സിലായി, എന്നെ മനസ്സിലായി. സംസാരിച്ചിട്ട് പറഞ്ഞു നാളെ ഉറപ്പായിട്ട് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് ആരും കോൾ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും സഹായം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പിടിച്ച് നിൽക്കാനായിട്ട് ആരെങ്കിലും ഹെൽപ്പ് തീർന്നേ പറ്റുള്ളൂ. കാരണം അതാണ് എൻ്റെ അവസ്ഥ, അതാണ്. അപ്പോൾ അവിടുന്ന് ഇതുവരെയായിട്ട് ഒരു അറിയിപ്പ് വന്നിട്ടില്ല, ആരും എന്നെ വിളിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഇതുപോലെയാണ് എൻ്റെ അവസ്ഥ, ഇങ്ങനെയാണ്, എൻ്റെ മോൾ ഈ ഒരു അവസ്ഥയ്ക്ക് കിടക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അന്ന് കോൾ അറ്റൻഡ് ചെയ്ത ആരാ എനിക്കറിയില്ല, ഒരു ലേഡിയാണ് എടുത്തത്. എന്നോട് പറഞ്ഞു അത് ഉറപ്പായിട്ട് സാറുമായിട്ട് സംസാരിച്ച് വേണ്ട നടപടിയിൽ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടും അവിടുന്ന് ഒരു അറിവ് മനസ്സിലായി. ഇന്ന് ഈ നിമിഷം വരെ അടുത്ത മാസം 2-ാം തീയതി ആകുമ്പോൾ 9 മാസം തികയാണ്. ഈ 9 മാസത്തിനകത്ത് വെച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ട് നിറഞ്ഞ് ഇതൊക്കെയാണ്. ഇനി മുമ്പോട്ട് അവരെന്ത് ചെയ്ത് തരും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ എനിക്ക് അവർ ചെയ്യുന്നെങ്കിൽ അവരിപ്പോൾ ചെയ്യണം. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കടക്കിണിയിൽ പെട്ട് ആത്മഹത്യയുടെ വക്കി നിൽക്കുമ്പോൾ കൊണ്ടുവന്ന് തന്നിട്ട് കാര്യമില്ല. എനിക്ക് വേണ്ടത് എൻ്റെ മോളുടെ ചികിത്സയാണ്. അത് അവർ ചെയ്യാനുള്ള മനസ്സവർ കാണിക്കണം.